കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കുറച്ച് കോട്ടൺ സാരീസിൻ്റെ വീഡിയോസാണ് കണ്ടത്. ഖാദി കോട്ടൺ, നിങ്ങളുടെ കാഷ്വൽ വെയർ ആയിട്ടുള്ള കുറച്ച് കോട്ടൺ സാരീസാണ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഹാൻഡ്ലൂം ചെട്ടിനാട് കോട്ടൺസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കുറച്ച് സ്റ്റിഫായിട്ടുള്ള കോട്ടൺ സാരീസാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഓഫീഷ്യൽ, അതായത് ഒരു ഓഫീസ് ടീച്ചേഴ്സിനും ഓഫീസ് വെയർ ആയിട്ട് കുറച്ച് ഫോമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാരിയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. അപ്പോൾ ഫസ്റ്റ് വൺ ഒരു എന്ത് കളറാണ് ഇതിന് പറയുക, ഒരു ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ്. ഗ്രേയിനകത്ത് ഒരു ചെറിയൊരു ബ്രൗണിഷ്, ഒരു ചെറിയൊരു കളർ ടിൻ്റുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു കളറ്. അപ്പോൾ ഇതിന് ഇത്രയും കളേഴ്സ് ആയിട്ടുള്ളൊരു ബോർഡറൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ പല്ലു. പല്ലു ഇങ്ങനെ വരും. ഇത് ഉടുത്ത് കാണിക്കാൻ പറ്റില്ല, കാരണം ഇത് ഉടഞ്ഞു പോകും. അപ്പോൾ ഇത് ഒരുപാട് പീസസ് ഉണ്ടാവില്ല, ഇത് സിംഗിൾ പീസസ് ആയിരിക്കും. കാരണം ഒരേ സാധനം തന്നെ ചിലപ്പോൾ അധികം ഉണ്ടാവില്ല, കിട്ടുന്നതനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ചിലതൊക്കെ സിംഗിൾ പീസേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതാണ് സാരി. ഇതിൻ്റെ പല്ലു ഇങ്ങനെ വരും. ഇത് ഇതിൻ്റെ ബോഡി വരും. ഇതിന് വിത്ത് ബ്ലൗസ് കട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. ഇത് 5.5 മീറ്റേഴ്സേ ഉണ്ടാവുകയുള്ളൂ. ഇത് വിത്ത് ബ്ലൗസ് ഇല്ലാത്ത സാരിയാണ്. അപ്പോൾ ഇത് കുറച്ച് ഫോമൽ ടൈപ്പ് ഓഫ് യൂസിന് പറ്റിയ ഒരു സാരിയാണ്. നല്ല രസമാണ്. ഇത് കുറച്ചുകൂടി ഒരു എലഗൻറ്റ് ഒരു പീസാണ്. ഇതിൽ കസവൊന്നുമില്ലാതെ ത്രെഡ് മാത്രം വരുന്നൊരു സംഭവമാണ്. ഇത് വലിയ എക്സ്പെൻസീവ് അല്ല, പക്ഷെ ഹാൻഡ്ലൂമാണ്. ഇത് ഹാൻഡ് മെയ്ഡ്. ഇത് ഹാൻഡ്ലൂം ചെട്ടിനാട് കോട്ടൺ, പ്രോപ്പർ ചെട്ടിനാട് തന്നെ വരുന്നതാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല, ഇത് ഒറിജിനൽ ചെട്ടിനാട് കോട്ടൺ തന്നെയാണ്. ഇതിൻ്റെ ഒറിജിനൽ മനസ്സിലാവുന്ന വെച്ചാൽ ഇതിൻ്റെ പല്ലുവിൻ്റെ അവിടെ നിങ്ങൾക്ക് കെട്ടാൻ പറ്റും, ഇതുപോലെ ടസൽസ് കെട്ടാൻ പറ്റും. അങ്ങനത്തെ രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. അപ്പം നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് കുറച്ചൊരു കളർഫുൾ സാരിയാണ്. ഇതിൽ ബ്ലൗസ് വരുന്നുണ്ട്. ഇത് വിത്ത് ബ്ലൗസ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരിക. ഒരു ബോർഡറൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ഓറഞ്ച് ഒരു ബോർഡറുണ്ട്. ഇതിൻ്റെ ബോർഡർ വരുന്നത്. ഇത് പല്ലുവാണ്. പല്ലു ഒരു കോൺട്രാസ്റ്റ് പല്ലു വരും. ഈ പല്ലു പോലെ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. അപ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത്. ഇത് ബ്ലൗസ് വരുന്നത്. ഇത് അതിൻ്റെ പല്ലു. അപ്പോൾ ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ നൂല് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ പട്ടുസാരിക്കൊക്കെ കെട്ടുമല്ലോ, നമ്മൾ അറ്റം കെട്ടുമല്ലോ, അതുപോലെ തന്നെ ഇതിൻ്റെയും ഇതുപോലെ കെട്ടിടാം. അപ്പോൾ അതിനാണ് ഇങ്ങനെ വിട്ടേക്കുന്നത്. ഇത് നൂല് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ടസൽസ് കെട്ടാം. അപ്പോൾ ഈ പല്ലു പോലെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ ആണ്. ഇത് വളരെ സോഫ്റ്റാണ്. നല്ലപോലെ സ്റ്റാർച്ചൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്യണം. ഇത് മെഷീൻ വാഷ് ചെയ്താൽ ചിലപ്പോൾ നാശമായിപ്പോൾ, കാരണം പ്യുവർ കോട്ടൺ ആയതുകൊണ്ട്. ഇത് കുറച്ച് സോഫ്റ്റർ കോട്ടൺ ആണ്. നമ്മൾ നേരത്തെ കണ്ട കുറച്ചുകൂടി ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. ഇത് ഇത്തിരി കൂടി സോഫ്റ്റ് ആണ്. അപ്പോൾ ഇത് കുറച്ച് കളർഫുൾ ആണ്. ഇത് ഇക്കത്ത് പാറ്റേൺ ആണ് ഈ ഒരു ചെട്ടിനാട് കോട്ടൺ. അപ്പോൾ ഇതാണ് സെക്കൻഡ് വൺ. ഇത് നല്ലൊരു കസവ് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. ഒരു നല്ലൊരു ഓറഞ്ച് ഡ്യുവൽ ടോൺ ആണ് ഈ ഒരു ത്രെഡ് വരുന്നത്. ഇതിൽ ഓറഞ്ചും പിങ്കും ഡ്യുവൽ ടോൺ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് വൺ. ഇനി നമുക്ക് ലാസ്റ്റ് വൺ. ഇത്തിരി കൂടി ഒരു റിച്ച് ആയിട്ടുള്ളൊരു സാരിയാണ്. ഇത് പക്ക കസവ് ബോർഡറാണ്. നമ്മൾ നേരത്തെ രണ്ടും ത്രെഡ് ബോർഡേഴ്സ് ആയിരുന്നു. ഇത് കസവ് ബോർഡറാണ്. ഇതിന് മുകളിൽ വളരെ ചെറിയൊരു ബോർഡറും താഴെ കുറച്ച് വലിയ കസവ് ബോർഡറുമാണ്. ഇത് വിത്ത് ബ്ലൗസ് വരുന്നുണ്ട്. ഇതിന് കട്ട് ചെയ്യാനായിട്ടുള്ള വിത്ത് ബ്ലൗസ് ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പല്ലു. പല്ലുവിൽ കസവ് പോകുന്നുണ്ട്. ഇത് കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ് മറ്റു രണ്ടും വെച്ച് നോക്കുമ്പോൾ. ഇത് കുറച്ചും കൂടി റേറ്റ് ഉണ്ട്. അത് കസവ് ആയതുകൊണ്ടാണ്. പിന്നെ പല്ലുവിലും കസവ് പോകുന്നുണ്ട് കേട്ടോ. ഇത്രയും ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇത് പല്ലുവായിട്ട് വരും. ഇത് നമ്മുടെ ബോഡിയുടെ അടുത്തും ഇത് അപ്പുറത്തെ അറ്റത്തുമായിട്ട് വരും.
ഇതാണ് തേർഡ് സാരി. ഇതിൻ്റെയും ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഒരു ഗ്രേക്ക് ഒരു ഗ്രീനിഷ് ഗ്രേ ആണ്. ഒരു ഗ്രേക്ക് ഒരു ചെറിയൊരു ഗ്രീൻ ടിൻറ്റ് പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ലൊരു കളറാണ്, നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ. അപ്പോൾ ഇത് മൂന്നുമാണ് ഇപ്പം ഇന്നത്തെ ചെട്ടിനാട് കോട്ടൺ സാരീസിൽ. ഇതിൽ കുറേ വരുന്നുണ്ട്, ഇനി സ്റ്റോക്ക് വരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ എടുത്തിട്ട് കൂടുതൽ വീഡിയോസ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. ഓക്കെ, ബൈ.